ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും റാഗിപ്പൊടിയും വെച്ചിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിലെ 2 മാത്രമേ ഞാൻ യൂസ് ആക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഈ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്ക് ഒരു പഴത്തിനെ 4 കീറിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓയിലൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് ചെറുതായിട്ടാണ് കട്ടാക്കി എടുക്കുന്നത്. എന്നുവെച്ചാൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെറുതാക്കി കട്ടാക്കി എടുക്കുന്നത്. ഇതേപോലെ നമുക്ക് മറ്റേ ഒരു നേന്ത്രപ്പഴം കൂടി ഇതുപോലെ ഒന്ന് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 2 നേന്ത്രപ്പഴവും ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. 2 മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഞാനിതിൽ മധുരത്തിന് ആവശ്യമായ 2 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 കപ്പ് വെള്ളമാണ് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ശർക്കര പാനി മാറ്റിയിട്ട് വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നീട് ഹൈ ഫ്ലെയിമിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്നും യൂസ് ആക്കണ്ട, നെയ്യാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇപ്പം പഴുത്തിട്ട് തോലൊക്കെ കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമാണെങ്കിലും ഇതിനായിട്ട് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്തിങ്ങനെ ചുവന്ന കളർ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മളിത് വഴറ്റിയെടുക്കുന്ന സമയം തന്നെ ഇത് ജസ്റ്റ് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് എന്താ പറയുക നേന്ത്രപ്പഴം വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷായിട്ട് ചെറുകിയ തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അതുപോലെ തന്നെ ഇളയ തേങ്ങയൊക്കെ ആണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്, കുറച്ച് പാലൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ ഇതാ തേങ്ങയും ഇതിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ശർക്കര ഉപ്പുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഴവും ആ തേങ്ങയും ശർക്കര പാനിയൊക്കെ വലിച്ചു കുടിച്ച് നല്ല അടിപൊളിയായി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ റാഗിപ്പൊടി വർക്ക് ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇതിൽ കിടന്നിട്ടൊന്ന് കുക്കാകും. പിന്നീട് നമ്മൾ വേറെയും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ശർക്കര പാനി ഓയിൽ നമുക്കിത് ഫുള്ളായിട്ട് മിക്സാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഓരോ റാഗിയുടെ പൊടിയിൽ ചിലപ്പോൾ ഈ വെള്ളമൊക്കെ കുടിക്കുന്ന അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഈ ശർക്കരപ്പാനിയൊക്കെ വലിച്ചെടുത്ത് കുടിക്കുമ്പോൾ കുറച്ച് ചിലപ്പോൾ കുറവാണെങ്കിൽ പിന്നെ നമ്മൾ ശർക്കരപ്പാനി എന്തെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചായിട്ട് കോറപ്പൊടി, അതായത് റാഗിപ്പൊടി, നമ്മളിവിടെ റാഗിക്ക് കോറ എന്ന് പറയും കേട്ടോ, ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്താൽ മതി. എനിക്ക് 1/4 കപ്പ് റാഗി പൗഡർ കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് നമ്മളിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം എല്ലാം പാടെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി കൊടുക്കുന്നുണ്ട്.
ചൂടാറാൻ വേണ്ടി ജസ്റ്റ് ഇതൊന്ന് എന്താ പറയുക ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കുക കേട്ടോ. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കാറ്റ് കിടന്ന് പെട്ടെന്ന് ചൂടാറി കിട്ടിക്കോളൂ. അപ്പോൾ ഇതിവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഒക്കെ ആയിട്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളെടുത്ത് വല്ല ബദാമോ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം പാട് നന്നായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ നല്ല ചെറുതാക്കി ചോപ്പാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം പാടെ ഈ കറുത്ത എള്ള് നമ്മൾ ചേർത്തില്ലേ, എല്ലാം പാട് ഈ നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് ചെറുതായിട്ട് കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എണ്ണയോ ഒന്നും കയ്യിലാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കും. നേന്ത്രപ്പഴം അല്ലേ, അപ്പോൾ കുറച്ച് ഒട്ടിപ്പിടിക്കും. പിന്നെ റാഗിപ്പൊടി അത്യാവശ്യം ഒട്ടലുള്ള സാധനമാണ് റാഗിപ്പൊടിയും, അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടുന്നത് താല്പര്യമില്ലെങ്കിൽ ഒരല്പം എണ്ണ വേണമെങ്കിൽ കയ്യിലാക്കി കൊടുക്കാവുന്നതാണ്. എണ്ണയോ നെയ്യോ ആക്കി കൊടുക്കാം. പിന്നെ അത് ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇത് നമ്മളിന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ നിങ്ങൾക്ക് ശരിയാക്കി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെന്തിട്ടും ചെയ്യും കേട്ടോ. നമ്മൾ റാഗി ഒക്കെ കുറച്ചുകൂടിയൊക്കെ വേകാനുണ്ടാകുമല്ലോ, അപ്പോൾ നമ്മൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് എല്ലാം പാട് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഞാൻ ഈ സമയത്ത് ആവി പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ, പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പേടിയൊന്നും പേടിക്കണ്ട. അങ്ങനെ പേടിയുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക വാഴയില വെച്ച് കൊടുക്കുക, അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. എന്നാൽ ഇങ്ങനെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആവി കയ്യിലേക്ക് തട്ടി കൈ പൊള്ളൂ കേട്ടോ. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 8 മിനിറ്റോളമാണ് നമുക്ക് കുക്കിംഗ് ടൈം വരുന്നത്. ഒരുപാട് ടൈമൊന്നും കുക്കിംഗ് ടൈം എടുക്കില്ല. ഇപ്പോൾ ഇതുണ്ടോ, ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. കയ്യിലൊട്ടി പിടിക്കുന്നൊന്നുമില്ല. ചൂടാറിയതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് മാറ്റിയാൽ മതി. ഒരു 8 മിനിറ്റാണ് എനിക്ക് ഈ ആവിയിൽ ഇത് വേവിച്ചെടുക്കാൻ വന്നിട്ടുള്ള ടൈം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഇത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പിന്നെ ഇത് വേകാനുള്ള ടൈമിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പാത്രത്തിൽ നിന്ന് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിതെല്ലാം ഒന്നായിട്ട് മേലെയാണ് ഇട്ട് കൊടുത്തത്, എന്നാലും ഇത് ഒട്ടിയൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരെണ്ണം ഇത് പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നേന്ത്രപ്പഴവും റാഗിയും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇത്. ചൂട് ചായക്കൊപ്പൊക്കെ സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. ഇത് ഇലയിൽ പരത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.